Hi, I'm Dr. Altashma. Last session നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള അത്ര ഇമ്പോർട്ടൻറ്റ് 2 days എങ്ങനായിരുന്നു, ആ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, ഇതിനെക്കുറിച്ചായിരുന്നു. സോ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാൻഡേജ് റിമൂവൽ. അതായത് ഇപ്പം ഡയറക്റ്റ് ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ, വീട്ടിൽ നിന്ന് തനിയെ നമുക്ക് ബാൻഡേജ് റിമൂവ് ചെയ്യാൻ പറ്റുമോ? സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ബാൻഡേജ് റിമൂവൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ആ ബാൻഡേജ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മെല്ലെ അതൊന്ന് റിമൂവ് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നമുക്ക് മേ ബി സ്കിന്നിനോട് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി നിന്നേക്കാം. ബട്ട് അതാരും പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ വെറ്റ് ചെയ്ത് കൊടുക്കുക, വെള്ളം യൂസ് ചെയ്യാം. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബാൻഡേജ് മെല്ലെ റിമൂവ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അധികം പെയിൻ ആർക്കും കൂടുതൽ ഉണ്ടാകത്തില്ല. പിന്നെ അതിനുശേഷം മറക്കാതെ തന്നെ നമ്മൾ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ബാൻഡേജ് റിമൂവൽ കഴിഞ്ഞു. അപ്പം നമുക്ക് തോന്നും ഓക്കെ, അപ്പം നോർമലി ഇനി കുളിക്കുന്ന പോലെ തന്നെ കുളിക്കാൻ പറ്റുമോ എന്നുള്ളത്. നോർമലി കുളിക്കുന്ന പോലെ കുളിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 1 കപ്പ് വെള്ളത്തിൽ ബേബി ഷാംപൂ മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ജസ്റ്റ് ഇംപ്ലാന്റഡ് ഏരിയയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ഡെയിലി വൺസ് വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് 7 days, അതായത് നമ്മുടെ ക്ലോട്ട് റിമൂവൽ വരെ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ബാൻഡേജ് റിമൂവൽ എല്ലാവരും കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും തനിയെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കുള്ള ഒരു ഡൗട്ട്, ഈ ഒരു സ്കാബ് എങ്ങനെ റിമൂവ് ചെയ്യാം, അതിനായിട്ട് ക്ലിനിക്കിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? സോ നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് ക്ലോട്ട് റിമൂവൽ. സോ സ്റ്റേ ട്യൂൺ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നമ്മളോട് ചോദിക്കാം. അപ്പം ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്